എനിക്ക് വേറെ പേടി കാരണം ഞാൻ വന്നിട്ട് പുറത്തോട്ടൊന്നും പോയില്ല, ഒരു ഐഡിയ ഇല്ല. ഞാൻ പിന്നെ ടാക്സി വിളിച്ചൊക്കെ പോയിരുന്നത്. കുറച്ച് പേർക്കൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം. പിന്നെ 2006 തൊട്ട് കോളേജിലുണ്ടായിരുന്നു. 5 വർഷം വീട്ടൊക്കെ പഠിച്ചൊരു എൻ്റെ പേര് മുസ്ലിം. 2011 പാസ് ഔട്ടാണ്. ഇൻസ്ട്രുമെന്റേഷനാണ് പഠിച്ചത്. എൻ്റെ പേര് റഷാദ്. 2011 പാസ് ഔട്ട്. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 9 മാസമായി. മണിപ്പാൽ യൂണിവേഴ്സിറ്റിയിൽ SAP സപ്പോർട്ടായിട്ട് വരും. എൻ്റെ പേര് നിത്യ. ക്ലാസ്മേറ്റാണ്. ഇപ്പോൾ ഇവിടെ ദുബായ് ഗേൾസ് മോഡൽ സ്കൂളിൽ അഡ്മിനായിട്ട് വർക്ക് ചെയ്യാം. എൻ്റെ പേര് സൂരജ്. ഞാൻ ആക്ച്വലി 10 ബാച്ചാണ്. ഞാനിവിടെ 3.5 years ആയിട്ടുണ്ട്. എൻ്റെ പേര് ആമിർ. ഞാൻ 2006-2010 ബാച്ചാണ്. ഇന്ത്യയെ പറ്റി പറയുവാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇയർ വരുമ്പോൾ ജസ്റ്റ് ആക്ച്വലി ഇപ്പോൾ നമ്മളിവിടെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നില്ല, അതുപോലെ എനിക്കും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു. സാധ്യത എനിക്കിവിടെ ശരിക്കും വന്നതിന് ശേഷം മുതൽ അലൂമിനി എന്നാണ്. വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ സീനിയേഴ്സിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ഒരു സീനിയറിനെ തന്നെ എടുത്തതുകൊണ്ട് ലൈഫ് ലോങ് ഈ അലൂമിനി കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ബാംഗ്ലൂരിലായിരുന്നു കഴിഞ്ഞ 4 വർഷം. ഇപ്പം ഇവിടെ വന്ന് 2-3 മാസം ആകുന്നതാണ്. എൻ്റെ പേര് അലീഷ്. ഞാൻ 2007 ബാച്ച് പാസ് ഔട്ടാണ്. ഇവിടെ ദുബായിൽ ഇപ്പോൾ 5 വർഷമായിട്ട് വർക്ക് ചെയ്യാം. എൻ്റെ പേര് രശ്ന. 2007 പാസ് ഔട്ടാണ്. സെക്കൻഡ് ബാച്ച്. എൻ്റെ ഹസ്ബൻഡ് വിനേഷ് എന്നാണ് പേര്. TKMIT-യെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പലർക്കും കാണും. ബട്ട് ഐ ആം എ പ്രൊഡക്റ്റ് ഓഫ് TKMIT ആൻഡ് ഐ എം റിയലി പ്രൗഡ് ഓഫ് ദാറ്റ്. എന്നെ ഞാനാക്കിയത് ഡെഫിനറ്റ്ലി TKMIT ആണ്. ബിക്കോസ് ഐ ഹാവ് സീൻ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വിച്ച് ഐ ആം ഏബിൾ ടു ഫേസ് ബിക്കോസ് ഓഫ് TKMIT. I am also proud that I am a product of TKMIT. നമ്മൾ ഇന്ന് ഈ ഒരു എന്താണ് പറയുക, ഈ ഒരു അവസ്ഥയിലെത്താൻ അതൊരു കാരണമാണ്. ആരെന്ത് പറഞ്ഞാലും we should be thankful to them that we are a product of the group. 7 വർഷമായി പാസ് ഔട്ട് ആയിട്ട്. സോ we know that how we really miss our friends and we hope like ഇനിയും ഫ്യൂച്ചറിൽ ഇതുപോലുള്ള എഫേർട്സ് നമ്മുടെ സൈഡിൽ നിന്ന് ഉണ്ടാവണം. we should be like a family, we all should be together and കുറേ കൂടെ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മുടെ ബാച്ച്മേറ്റ്സിനെ എല്ലാം ഇതിലൊരു മെമ്പർ അല്ലെങ്കിൽ പാർട്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ കോളേജിനോട് നമുക്കൊരു കടമയുണ്ട്. നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ അവരെയും സപ്പോർട്ട് ചെയ്യണം. സോ നമ്മൾ അവിടെ ഇല്ലെങ്കിലും നമ്മുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു എഫേർട്സ് കോളേജിന് വേണ്ടി ചെയ്യണം. അവിടെ ഒരു പാവപ്പെട്ട കുട്ടിയെ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു സുഖമില്ലാത്ത കുട്ടിയെ അതിനെ സപ്പോർട്ട് ചെയ്യാനോ. അനീഷ് പറഞ്ഞ പോലെ തന്നെ ഇത് ഇവിടെ നിർത്താൻ പാടില്ല. ഓൾറെഡി നമുക്കൊരു ഫണ്ടോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് കൂളിംഗ് ഉണ്ടെങ്കിൽ ഹെൽപ്പിംഗ് ഫോർ ദ സ്റ്റുഡൻസ്, ഹെൽപ്പിംഗ് ടു ഫൈൻഡ് ജോബ്സ്. ഇതിപ്പോൾ ഒരു തുടക്കമായിട്ടിരിക്കേണ്ട ഇത് കൂടുതൽ നന്നായി അടുത്ത വർഷം തൊട്ട് നടത്താൻ പറ്റട്ടെ നമ്മളെ ബാച്ചിന്റെ സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടായി. ഇതിനെ കുറച്ച് കറേജ് വേണം, ചമ്മലുണ്ടാവും, ആദ്യം തന്നെ കുറേ കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഇത് എത്രത്തോളം അടുത്ത വർഷം ഇനി കാണുമെന്ന് അറിയില്ല. ഇപ്പം നമ്മൾ വരുന്നതിൻ്റെ മുന്നേ തന്നെ പറഞ്ഞാൽ ഇന്നത്തോടെ എല്ലാം കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞാണ് കയറുന്നത്. ബട്ട് ദ സ്പിരിറ്റ് ഓഫ് ജൂനിയേഴ്സ് ഇങ്ങനൊരു ഇനീഷ്യേറ്റീവ് എടുത്തതിന് നമിക്കിനോട് റിയലി വി ആർ താങ്ക്ഫുൾ. 2003 ആർട്സിന്റെ സമയത്ത് എനിക്ക് ഫ്ലൂ പിടിച്ച കാരണം ബട്ട് ജോക്സ് അപ്പാർട്ട് നമിത്തിന് തന്നെ എല്ലാം ക്രെഡിറ്റും പിന്നെ അതിന്റെ സബ് ക്രെഡിറ്റ്സ് എല്ലാം നമുക്കുണ്ട്. സിയാദിനാണ് ക്രെഡിറ്റ് ആക്ച്വലി. Hope that next time also we have the same type of alumni together.